നമസ്കാരം, ഇത് IBN മലയാളം. നാടകീയതയും ഉദ്യോഗവും ഇടയ്ക്ക് തർക്കങ്ങളുമെല്ലാം ഉൾപ്പെട്ടതായിരുന്നു ശിരൂരിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ. ദുരന്തമുണ്ടായുടൻ ഊർജിതമായ തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും ഉണ്ടായില്ലെന്ന് ആക്ഷേപം ഉയർന്നു. ബന്ധുക്കൾ MK രാഘവൻ MPക്ക് പരാതി നൽകുകയും കേരളത്തിലെ മാധ്യമങ്ങൾ സജീവമായി രംഗത്തിറങ്ങുകയും ചെയ്തതോടെ തിരച്ചിൽ വലിയ ശ്രദ്ധ നേടി. തിരച്ചിലിനിടയ്ക്ക് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കവും അഭിപ്രായ ഭിന്നതകളും ഉണ്ടായി. കർണാടക ഹൈക്കോടതിയിൽ ഹർജിയും എത്തി. സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജി ഹൈക്കോടതിയിലേക്ക് വിടുകയായിരുന്നു. 72 ദിവസത്തിനിടയിൽ 3 ഘട്ടങ്ങളിലായി 18 ദിവസമാണ് പൂർണ്ണതോതിൽ പുഴയിലും കുന്നിലുമായി തിരച്ചിൽ നടന്നത്. ഈ ദിവസം അത്രയും കർണാടകയിലെ കാരവാർ MLA സതീഷ് കൃഷ്ണസെയിൽ വൈകിട്ട് തിരച്ചിൽ പൂർത്തിയാക്കുന്നതുവരെ സ്ഥലത്തുണ്ടായിരുന്നു. ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസ് നേതാവായ സെയിൽ MLA ഫണ്ടിൽ നിന്നുള്ള ഒരു വിഹിതം കൂടി മാറ്റിവെച്ചാണ് ഗോവയിൽ നിന്ന് ഡ്രജർ എത്തിച്ചത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരെ ബന്ധപ്പെട്ട് തിരച്ചിൽ ഊർജിതമാക്കാൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇടപെടൽ നടത്തി. ISRO ഉപഗ്രഹ ചിത്രം ലഭ്യമാക്കാനും അദ്ദേഹം ശ്രമിച്ചെങ്കിലും ആ സമയത്തെ ദൃശ്യങ്ങൾ ലഭ്യമല്ലെന്ന് കണ്ടെത്തി. കർണാടക അതിർത്തിയോട് തൊട്ടടുത്തുള്ള മഞ്ചേശ്വരം മണ്ഡലത്തിലെ MLA എന്ന നിലയിൽ AKM അഷറഫ് 10ലേറെ ദിവസം സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അഷറഫിനുണ്ടായിരുന്ന കന്നഡ ഭാഷാ പരിചയം കർണാടക ജില്ലാ ഭരണകൂടവുമായി ആശയവിനിമയത്തിന് സഹായമായി. ലോറി ഉടമ മനാഫും മുബീനും അപകടം നടന്നതിന് പിറ്റേ ദിവസം തന്നെ ശിരൂരിൽ എത്തിയിരുന്നു. തിരച്ചിൽ തടസ്സപ്പെടുമ്പോൾ സംഭവ സ്ഥലത്ത് ശക്തമായ പ്രതിഷേധമാണ് മനാഫ് നടത്തിയത്. മലയാളിയായ മേജർ ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള സിഗ്നൽ പരിശോധന നടത്തിയത്. തിരച്ചിലിന് വേഗം കുറയുന്നുവെന്ന് തോന്നിയ ഘട്ടത്തിലാണ് ഉടുപ്പിയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളിയായ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപെ എത്തിയത്. ജീവൻ പോലും പണയം വെച്ചായിരുന്നു ഈശ്വർ മൽപയുടെ സേവനം. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ എന്നിവർ സ്ഥലം സന്ദർശിച്ച് കാർവാർ ജില്ലാ ഭരണകൂടവുമായി ചർച്ച നടത്തി. ഇടയ്ക്ക് തിരച്ചിലിന് വേഗം കുറഞ്ഞപ്പോൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ വിളിച്ച് ആശങ്ക അറിയിച്ചു. കോഴിക്കോട് MP MK രാഘവനും സ്ഥലം സന്ദർശിച്ച് ഇടപെടൽ നടത്തി. ഉത്തര കന്നഡ ജില്ലാ കളക്ടർ M ലക്ഷ്മിപ്രിയ, കാർവാർ SP M നാരായണ എന്നിവരാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക നടപടികൾക്ക് മേൽനോട്ടം വഹിച്ചത്. ന്യൂസ് ഡെസ്ക് IBN മലയാളം. വിദേശ ജോലി ഇനി വിദൂരമല്ല. നെക്സ ഗ്ലോബൽ എമിഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ് വഴി നിങ്ങൾക്ക് വിദേശ ജോലി തേടി പോകാം ഈസിയായി. ഓസ്ട്രേലിയ, കാനഡ, ജർമ്മൻ എന്നിവിടങ്ങളിൽ PR ആഗ്രഹിക്കുന്നവർക്ക് ഡോക്യുമെന്റേഷനോട് കൂടിയ PR സർവീസും നേരിട്ടെത്തി ജോലി കണ്ടെത്താൻ സഹായിക്കുന്ന വിസിറ്റിംഗ് വിസ സർവീസുകളും ചെയ്തു നൽകുന്നു. ജർമ്മനി ലക്ഷ്യം വയ്ക്കുന്നവർക്ക് ജർമ്മനിയിലെത്തി 1 വർഷം വരെ നേരിട്ട് ജോലി അന്വേഷിക്കാനും താൽക്കാലിക ജോലി ചെയ്യാനും സാധിക്കുന്ന ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് നൽകുന്നു. കൂടാതെ എംബസി ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ സർവീസും ഷോ മണി അസിസ്റ്റൻസും അവൈലബിൾ ആണ്. IELTS ഇല്ലാതെ സ്റ്റുഡൻസ് വിസയും ലഭ്യമാണ്. ഫോർ മോർ ഡീറ്റെയിൽസ്, നെക്സ ഗ്ലോബൽ ഇമിഗ്രേഷൻസ് ആൻഡ് സ്റ്റഡി അബ്രോഡ്. ഫോൺ നമ്പർ 7736106346 8714556346.